മക്കളെ തെർമോഡൈനാമിക്സ് ഒരു ക്വസ്റ്റ്യൻ ആണ്. NCERT ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 5.7 ആണ് പറയുന്നത്. ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്വിമ്മിംഗ് പൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് അയാളുടെ ശരീരത്തിൽ 18 ഗ്രാം വാട്ടർ ഉണ്ട്. ഈ വാട്ടർ ഇവാപറേറ്റ് ചെയ്യണമെങ്കിൽ എത്ര കിലോ ജൂൾ എനർജി കൊടുക്കണം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് ഇന്റേണൽ എനർജി ഓഫ് വേപ്പറൈസേഷൻ എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം വാട്ടർ ഗ്യാസ് ആയി മാറുന്ന സമയത്തുള്ള എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ 44.01 കിലോ ജൂൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അയാളുടെ ശരീരത്തിൽ എത്ര മോൾ വാട്ടർ ഉണ്ടെന്ന് കാണണം. നമ്പർ ഓഫ് മോൾസ് കാണണമെങ്കിൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് 18 ഗ്രാം വാട്ടർ ആണുള്ളത്. മോളാർ മാസ് 18 ആണ്. 18/18 1 മോൾ ആണ്. സോ ഒരു മോൾ ഇവാപറേറ്റ് ചെയ്യാൻ 1 മോൾ ഇവാപറേറ്റ് ചെയ്യാൻ നമ്മൾ എത്ര കിലോ ജൂൾ കൊടുക്കണമെന്ന് വെച്ചാൽ 44.01 കിലോ ജൂൾ കൊടുക്കണം. കാരണം എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എത്രയാ? 44.01. ഒരു മോൾ വാട്ടർ ഇവാപറേറ്റ് ചെയ്യാൻ കൊടുക്കേണ്ട എനർജിയാണ് 44.01. അയാളുടെ ശരീരത്തിലുള്ളതും ഒരു മോൾ വാട്ടർ ആയതുകൊണ്ട് 44.01 കൊടുത്താൽ മതി. ഇനി ഇന്ത്യ ഡെൽറ്റ എച്ച് ഈസിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്ന ഇക്വേഷൻ ഒക്കെ അറിയാം. ഡെൽറ്റ യു കാണണം, എൻതാൽപ്പി ഓഫ് ഇന്റേണൽ എനർജി ഓഫ് വേപ്പറൈസേഷൻ. ഡെൽറ്റ എച്ച് ഈസിക്കൽ ടു ഡെൽറ്റ യു ഈസിക്കൽ ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ആർ ടി എന്ന് കൊടുക്കുക. ഡെൽറ്റ എച്ച് എത്ര? 44.01 ആണെന്ന് അറിയാം. മൈനസ് ഇടുക. ഡെൽറ്റ എന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്ടന്റ്. ഗ്യാഷ്യസ് പ്രോഡക്റ്റ് 1 ആണ്, ഗ്യാഷ്യസ് റിയാക്ടന്റ് 0 ആണ്. സോ 1 ആണ്. ആർ എത്ര? 8.314 ആണ്. 8.314. ടി എത്ര? 298 കെൽവിൻ ആണ്. ഇൻറ്റു 10⁻³ വരും. കാരണം കിലോ ജൂളിലേക്ക് മാറ്റാനാണത്. ഓക്കെ, ഇത്രയും കിട്ടുന്നതായിരിക്കും നമ്മളെ ആൻസർ.